സദസ്സിന് നമസ്കാരം. ഞാൻ പാർവണേന്ദു MP. ഞാൻ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമയത്തിനെ കുറിച്ചാണ്. നാം എല്ലാവരും നിസ്സാരമായി കരുതുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് സമയം. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതെന്താണ്? ഒന്നാമന്റെ ഉത്തരം സ്വർണമെന്നായിരുന്നു. രണ്ടാമൻ രത്നങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇതൊന്നും ശരിയല്ല എന്ന് ഗുരു. ശിഷ്യന്മാരമ്പരന്നു. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. സമയത്തിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. മഹാന്മാരിൽ പലരും സമയത്തിന്റെ വില അറിഞ്ഞ് പ്രവർത്തിച്ചവരാണ്. സമയം നഷ്ടപ്പെടുത്തുന്നവൻ മറ്റുള്ളവരുടെ സമയം കൂടി നഷ്ടപ്പെടുത്തുന്നു. ഗാന്ധിജിക്ക് ഒട്ടേറെ വലുതും ചെറുതുമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് സമയത്തെ ആദരിച്ചിരുന്നത് കൊണ്ടാണ്. മടിയൻ മല ചുമക്കുമെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. അത് ചുമക്കാൻ ശ്രമിക്കുന്നവന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. എന്നാൽ സമയത്തിന്റെ വില അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ആപത്ത് വന്നു ചേരില്ല. കുട്ടികളായ നമ്മൾ ചെറുപ്പം മുതലേ സമയത്തിന്റെ വില അറിഞ്ഞ് പ്രവർത്തിക്കണം. സമയത്തിന്റെ അമൂല്യത അറിഞ്ഞ് പ്രവർത്തിച്ചാൽ ജീവിത വിജയം നേടാൻ കഴിയും. പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും പോയ സമയവും നമുക്ക് തിരിച്ചെടുക്കാനാകില്ല. ഒരു ഫ്രഞ്ച് പഴമൊഴി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ലോകത്തിലെ മുഴുവൻ സമ്പത്ത് കൊണ്ട് ശ്രമിച്ചാലും നഷ്ടപ്പെട്ടു പോയൊരു നിമിഷം നമുക്ക് തിരിച്ചെടുക്കാനാകില്ല. നന്ദി, നമസ്കാരം.